റാഫേൽ നിർമ്മാണത്തിൽ 50% ഇന്ത്യൻ പങ്കാളിത്തം വേണം. ഫ്രാൻസിനോട് കർശന നിലപാടുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ 50% ഇന്ത്യൻ പങ്കാളിത്തം വേണം എന്നതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ കരുത്ത് കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതലായി തന്നെ അറിവെത്തുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, രാജ്നാഥ് സിംഗിന്റെ പ്രഖ്യാപനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി തന്നെ 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വൻ പദ്ധതിയിൽ ഇവിടെ ദസോൾട്ട് ഏവിയേഷൻ സമർപ്പിക്കുന്ന ആ ഒരു അനുബന്ധ രേഖയിൽ അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഈ 50% തദ്ദേശ പങ്കാളിത്തം പ്രതിഫലിക്കണം എന്നതാണ് രാജ്നാഥ് സിംഗിന്റെ ആവശ്യമായി ഇവിടെ എടുത്തു കാണിക്കുന്നത്. വെറുമൊരു വാങ്ങൽ വിൽക്കൽ ഇടപാടിന് പകരം തന്നെ ഇന്ത്യ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ തന്ത്രപ്രധാനമായ സ്വയംഭരണ ആ ഒരു നയത്തോടും യോജിക്കുന്നതാണ് ഈ പുതിയ നീക്കം എന്നതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉന്നതതല ചർച്ചകൾ നടക്കുകയും ഇതിലൂടെയാണ് കർശന നിലപാടുകൾ വ്യക്തമാക്കുന്നത്. റാഫേൽ വിമാനങ്ങളുടെ സഹകരണ രൂപകൽപ്പന, അതേപോലെ സഹവികസനം, സഹനിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ തന്നെ തന്ത്രപരമായ പങ്കാളിത്തം അവിടെ പരിഷ്കരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമായി ഇപ്പോൾ എടുത്തു പറയുന്നത്. അതേസമയം മുംബൈയിൽ നടന്ന 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അല്ലെങ്കിൽ അതിൽ കരാർ 10 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ ഫെബ്രുവരി 17 നടത്തിയ ചർച്ചകളിൽ ഉഭയകക്ഷി ബന്ധത്തെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഉയർത്തിയതായും ഇതിന്റെ തുടർച്ചയാണ് വ്യോമ നാവിക കരസേന വിഭാഗത്തിലേക്കുള്ള അല്ലെങ്കിൽ നിർണായകമായ സാങ്കേതിക വിദ്യകളും സഹകരണവും വർദ്ധിപ്പിക്കാനായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിരോധ എയറോനോട്ടിക്സ് മേഖലയിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ നാവികസേനയ്ക്കായി തന്നെ 26 റാഫേൽ മറൈൻ വിമാനങ്ങൾ വാങ്ങുന്ന കരാറിലേക്ക് ആ പുരോഗതിയിൽ ഇരുപക്ഷവും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ യുദ്ധവിമാന ഏജൻസികളുടെ വികസനത്തിനായി ഫ്രഞ്ച് കമ്പനിയായ സാഫ്രൺ ഇന്ത്യൻ പങ്കാളിത്തവുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും. 114 പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതോടുകൂടി തന്നെ റാഫേൽ പദ്ധതിക്ക് കൂടുതൽ വേഗത ലഭ്യമാകുമെന്നതാണ് കരുതപ്പെടുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപെടലുകളിൽ ഒന്നായി തന്നെ ഇത് മാറും. കേവലം വിദേശ വിമാനങ്ങൾ വാങ്ങുന്നതിന് പകരം തന്നെ സംയുക്ത രൂപകൽപ്പന, ഉൽപാദനവും അത് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല വ്യാവസായിക പങ്കാളിത്തത്തിനാണ് ഇന്ത്യ ഇപ്പോൾ ഊന്നൽ നൽകാൻ ഒരുങ്ങുന്നത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖലയിൽ വലിയൊരു തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്നും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും വഴി തുറക്കുമെന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു സവിശേഷതയായി കണക്കാക്കാൻ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.